നമസ്കാരം കൂട്ടുകാരെ, വീണ്ടും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ലേറ്റായിരുന്നു, കുറച്ച് തിരക്കുകളായിപ്പെട്ട് സ്റ്റക്ക് ആയതുകൊണ്ടാണ് ശരിയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി 10+2 ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എക്സാമിനേഷൻ്റെ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. 8/4/2024 വന്ന നോട്ടിഫിക്കേഷനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. അവസാന തീയതി 7/5/2024, ഈ മാസം 7-ാം തീയതി വരെയാണ്. ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റിന് 8/5/2024 വരെ സമയമുണ്ട്, രാത്രി 11 മണി വരെ. 2 ടൈപ്പ് എക്സാം ഉണ്ടാവുക. ടയർ 1 എക്സാമിനേഷൻ ജൂലൈയിലായിരിക്കും. ടയർ 2 അതിന് ശേഷം അനൗൺസ് ചെയ്യും. എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. സോ നിങ്ങൾക്ക് നല്ലൊരു പേ സ്കെയിൽ, അതായത് 19,900 to 63,200 എന്ന പേ സ്കെയിലിൽ LDC അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. കൂടാതെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 25,500, 81,100 ലെവൽ 5 ആണ് വരുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ ലെവൽ 4 25,500, 81,100 എന്ന ബേസിക്കിലും വരുന്നുണ്ട്. വേക്കൻസീസ് പാൻ ഇന്ത്യ ആണ്. അപ്രോക്സിമേറ്റ്ലി 3,712 വേക്കൻസീസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവാം, ഒരുപാട് പേർക്ക് ഈ വേക്കൻസി ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നത്. ആക്ച്വലി ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ എനിക്കറിയാം, നമ്മുടെ ഈ പരിസരത്ത് തന്നെ ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ട്. FCIs, ഓൾ ഇന്ത്യ റേഡിയോ, അങ്ങനത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇത് നമ്മളെ പലർക്കും അറിയാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ ഇതെല്ലാം മറ്റ് സംസ്ഥാനത്തുകാർക്ക് കിട്ടുന്നു. സോ നമ്മുടെ കൂട്ടുകാരും ഇത് അറിഞ്ഞിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഫുൾ അതായത് ഈ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഇതിന് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 തൊട്ട് 27 വയസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മടിക്കണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് ഇതേപോലെ നിങ്ങൾ കാണാത്ത ഒന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമല്ലോ. ഓക്കെ, ഏജ് റിലാക്സേഷൻസ് ആസ് പെർ സെൻട്രൽ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുണ്ട്. SC/STക്ക് 5 വർഷം, OBC 3 വർഷം എന്നിങ്ങനെ. കൂടാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു 7/5/2024. അത് എന്തുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ചോദിച്ചു, 7/5/2024 എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നമുക്കത് സ്ട്രെസ്സായിരിക്കുള്ളൂ, ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. ഓക്കെ, എക്സ് സർവീസ്മെനും ഇതിൽ വേക്കൻസി ഉണ്ട്. 3,700 വേക്കൻസി പറഞ്ഞാൽ കുറച്ചല്ല, ഒരുപാട് വേക്കൻസിയാണ്. അപ്പോൾ അതിൽ ഓരോരോ സംസ്ഥാനത്ത് എത്ര ഉണ്ടാവും എന്നിങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യേണ്ടത് SSC ആണ്. അതായത് https://ssc.gov.in എന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. SSCയിൽ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീനെ കുറിച്ച് നമുക്ക് നോക്കാം. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. അത് സ്ത്രീകൾക്ക്, ലേഡീസിനും അതർ കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല. സോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെ കൊടുത്തിരിക്കുന്നു നോക്കാം. സെൻട്രൽ റീജിയൻ, നമുക്ക് സൗത്ത് റീജിയൻ ആണല്ലോ നമ്മുടെ നാട്ടുകാർ, അപ്പം നമുക്ക് സൗത്ത് റീജിയൻ നോക്കാം. കർണാടക, കേരള റീജിയൻ, ബൽഗാവി, ബാംഗ്ലൂർ, ഹുബള്ളി, കൽബുർഗി, മാംഗ്ലൂർ, മൈസൂർ, ഷിമോഗ, ഉഡുപ്പി, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ദെൻ കവരത്തി. അതായത് ഈവൻ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പെട്ട ലക്ഷദ്വീപിൽ വരെ നമുക്ക് ഇതുണ്ട്. ഓക്കെ, സോ ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒന്നുകൂടി ഞാൻ എൻ്റെ ക്ഷമ ചോദിക്കുന്നത്, ഇത്രയും ഡിലേ ആയതിന്. ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയി ഉണ്ടാവുന്നതായിരിക്കും. സോ പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബേഴ്സ് ഓൺലി 81 ആയിട്ടുള്ളൂ, നമുക്ക് ഒന്ന് കൂട്ടാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.